CPM അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, BJP ചെയ്യുന്ന അതേ പണി ചെയ്യുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊരു ഇൻവിറ്റേഷൻ ഇല്ല. എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക. PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞതെന്ന് കേൾക്ക്. സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. CPM എന്താ ആലോചിക്കാതെ? CPM ആകെ ഈ കേരളത്തിലെ കുറച്ച് ഇട്ടാവട്ട സ്ഥലത്തും മാത്രമേ ഉള്ളൂ. ഏക സിവിൽ കോഡിനെയും ഫലസ്തീൻ വിഷയത്തെയും രാഷ്ട്രീയവൽക്കരിച്ചതുപോലെ അയോധ്യയെയും CPM രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ക്ഷണമില്ല, വ്യക്തികൾക്കാണ് ക്ഷണം. ഇക്കാര്യത്തിൽ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. കോൺഗ്രസ് തീരുമാനമെടുക്കുന്നതിന് മുൻപേ അതിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് CPM എന്നും അയോധ്യയെയും CPM രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. BJP ചെയ്യുന്ന അതേ പണിയാണ് CPM ചെയ്യുന്നത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു നിലപാട് കാര്യത്തിലില്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊരു ഇൻവിറ്റേഷൻ ഇല്ല. വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അത് അവർ പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവും. അത് ജനുവരി 22-ാം തീയതി നടക്കാൻ പോകുന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദമാക്കുകയാണ്. ഈ CPM എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും CPM അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, BJP ചെയ്യുന്ന അതേ പണി ചെയ്യുകയാണ്. എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക, ഭിന്നിപ്പുണ്ടാക്കാൻ. ഞങ്ങൾക്ക് BJP-യെക്കുറിച്ചുള്ള ആക്ഷേപം അതാണ്. അവരെല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ജാതീയമായി മതപരമായി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് കേരളത്തിലെ CPM ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോ, പാലസ്തീൻ വിഷയം വന്നപ്പോൾ ചെയ്തത്, പാലസ്തീൻ വിഷയം ഒരു കോസാണ്, അതിൻ്റെ കൂടെ നിൽക്കുക, അതിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ളത്. യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോൾ, ഇപ്പോൾ ഈ വിഷയം വന്നപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞതെന്ന് കേൾക്ക്. അവർ വളരെ, ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായിട്ട്. കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവർ മാതൃകയാണ്. ഇത്തരമൊരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പ്രതികരിച്ചത്. ഒരു ഭിന്നിപ്പ് ഇതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം. ഇപ്പോൾ സുപ്രഭാതം പത്രം എഡിറ്റോറിയൽ എഴുതി, അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായ ഒരു നടപടിയാണ്. ഇപ്പോൾ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല, സമസ്തയുടെ നിലപാടല്ല. അപ്പോൾ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന CPM-ൻ്റെ ആ ധാരണയും പാളിപ്പോയി. ഇവരാരും, എനിക്ക് അവരോടൊക്കെയുള്ള സന്തോഷം അതാണ്. സാദിഖ് അലി തങ്ങളായാലും ജിഫ്രി തങ്ങളായാലും അവരെല്ലാവരും സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകരുതെന്ന്. ഇപ്പോൾ സ്പീക്കർ വിവാദം ഉണ്ടായി, മിത്ത് വിവാദം. ഞങ്ങളെന്താ നിലപാടെടുത്ത്? പ്രതിപക്ഷം എന്താ നിലപാടെടുത്ത്? ഞങ്ങളത് ആളി കത്തിക്കാൻ നോക്കിയോ? ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കണ ചർച്ച എന്ന് പറഞ്ഞു. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ലജ്ജിപ്പിക്കുന്നു, കേരളം ഭരിക്കുന്ന ഈ CPM ഇത്തരം വിഷയങ്ങൾ കേവല വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് അവരതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. അതെങ്ങനെയാണ് ഇത് തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ 28-ാം തീയതി ഞങ്ങളുടെ റാലി നടക്കുകയാണ് നാഗ്പൂരിൽ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അത് അവർ ചർച്ച ചെയ്യണ്ടേ? അവർ ചർച്ച ചെയ്ത് ഡൽഹിയിൽ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ 4-ാം തീയതി കൂടാൻ പോകുന്നേ. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സൂക്ഷ്മതയോടുകൂടി. CPM എന്താ ആലോചിക്കാതെ? CPM ആകെ ഈ കേരളത്തിലെ കുറച്ച് ഇട്ടാവട്ട സ്ഥലത്തും മാത്രമേ ഉള്ളൂ, അവിടുത്തെ പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു രാഷ്ട്രീയമില്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിനല്ല പാർട്ടിക്കല്ല, ഒരു വ്യക്തിപരമായ ക്ഷണം കിട്ടുമ്പോൾ അവരത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ഇങ്ങനെ ക്ഷണം കിട്ടിയിരുന്നു. അപ്പോൾ പാർട്ടി തീരുമാനിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് അതൊക്കെ ഗുണമല്ല ചെയ്യുന്നത്, ദോഷമാണ് ചെയ്യുന്നത്. അതിലൊക്കെ ചില അജണ്ടകളുണ്ട്. അതാണ് വ്യക്തമാക്കപ്പെട്ടത്, അതാണ് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടത്. എന്തിനാ നമ്മൾ കാള പറ്റെന്ന് കേട്ട് കയറെടുക്കേണ്ട കാര്യമുണ്ടോ? വരട്ടെ എന്ന് സമയമുണ്ടല്ലോ. ഒരു പാർട്ടിയല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ,
കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിലുള്ള പാർട്ടിയല്ലേ. എല്ലാവരും അതിൻ്റെ എല്ലാ ആസ്പെക്റ്റ് ഇപ്പം തന്നെ എല്ലാ സമുദായങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. ഇത് സംബന്ധിച്ച് പോകണമെന്ന് പറയുന്നവരുണ്ട്, പോകരുത് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ കോൺഗ്രസ് എല്ലാവരുടെയും കൂടി പാർട്ടിയാണ്, എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും ആലോചിച്ച് പക്വതയുടെ ഒരു തീരുമാനം എടുക്കും. അതിനുള്ള സമർത്ഥമായ ലീഡർഷിപ്പ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട്.